നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള ഒരു പിസ്സ സമോസേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടിങ്ങിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചതിന് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പം അതിലോട്ട് വളരെ ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ. വലുതാണെങ്കിലും ഒന്നുമൊക്കെ മതിയാവും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക. സവാള നന്നായി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 1 കപ്പ് നിറച്ച് തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ള. ബ്രസ്റ്റ് പീസ് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. കാരണം ചെറിയ ചെറിയ പീസാക്കിയതല്ലേ, ചിക്കനല്ലേ, അതുകൊണ്ട് തന്നെ വേഗം വെന്തോളും. ഇനി ഇതിലോട്ട് ഇതൊന്ന് വൈറ്റ് കളറായി ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു കുക്കാവുന്ന രീതിയിൽ വരുമ്പം ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തും ചിക്കൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ലൈസ് ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചീസ് ക്യൂബ്സോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് ഞാനൊരു 2 പച്ചമുളക് വളരെ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ ആദ്യം പറയുന്ന പോലെ എൻ്റെ എല്ലാ മസാലയിലും മല്ലിയില ഇല്ലാണ്ട് ഒരു എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മല്ലിയില ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ മസാലക്കൊക്കെ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ചീസ് ക്യൂബ്സും കൂടി വേണം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ആ ഒരു മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചീസ് ക്യൂബ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് ചീസി ആയിട്ട് വരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ കുറച്ച് മൊസറല്ല ചീസോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ സമൂസ ഷീറ്റിൽ ഇതുപോലെ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഓരോ ക്യൂബ് ചീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൊസറല്ല ചീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു മസാലയില്ലേ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. കാരണം നമ്മുടെ ഒരു പിസ്സൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതിൽ വെക്കാൻ ചീസ് ക്യൂബ്സ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. ഈ ഒരു ചീസ് ക്യൂബ്സ് വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇതേ ഞാൻ എല്ലാ സമൂസ ഷീറ്റിലും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ഒരു 10-15 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഞാനിവിടെ ഒരു 9 എണ്ണമൊക്കെ ആക്കുന്നുള്ളൂ എൻ്റെ ആവശ്യത്തിനുള്ളത്. ബാക്കി മസാല വന്നിട്ടുണ്ടായിന്, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ. അത് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ ഇല്ലേ നമ്മൾ പഫ് പേസ്ട്രി ഇല്ലേ, അതിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ ആദ്യം ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായ പഫ് പേസ്ട്രിയിൽ. പക്ഷേ പിന്നെ വിചാരിച്ച് ഈ ഒരു സമൂസ ഒരു വെറൈറ്റി കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. നിങ്ങൾ ഈ ഒരു മസാല തന്നെ പഫ് പേസ്ട്രിയിൽ വെച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റിൽ വേറൊരു സ്നാക്കായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനില്ലേ അതിലും കൂടി ചെയ്ത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ ഈ നോമ്പ് കാലത്ത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ലല്ലോ, ടൈം എത്ര പെട്ടെന്നാണ് പോകുന്നല്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു മസാലയിൽ തന്നെ പഫ് പേസ്ട്രിയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സ്നാക്കായിട്ട് തന്നെ വേറൊരു സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മസാല കുറച്ച് ബാക്കിയുള്ളത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ഓരോ സമൂസയും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലില്ലേ നല്ല ടേസ്റ്റാണ്. ആ ഒരു ക്രിസ്പി ആയിട്ട് നമ്മൾ പ്ലെയിനായിട്ടുള്ള സമൂസ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല, ഞാൻ നിങ്ങളോട് പറയലില്ലേ, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ കാണിക്കലുള്ളൂ, ഏത് റെസിപ്പി ആയാലും. അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, അടിപൊളിയാണ്.
അപ്പോൾ നമ്മുടെ എല്ലാ സമോസയും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലോട്ട് ആവശ്യത്തിന് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം ആവശ്യത്തിന് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ആ ഒരു ബ്രെഡ് ക്രംസ് വേഗം കരിയുന്ന സംഭവമല്ലേ. നമ്മുടെ ഉള്ളിലുള്ള സമൂസ ഷീറ്റും കൂടി ഒന്ന് വേവാനുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് അറിയാമല്ലോ, ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ ആ ഒരു ഹീറ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ മീഡിയം ആക്കുക, അല്ലെങ്കിൽ അതിലും കുറച്ചിട്ട് തന്നെ വെക്കുക കേട്ടോ. എന്തായാലും അതിൽ കൂട്ടണ്ട. പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകും. അതുമല്ല നമ്മുടെ സമോസ ഷീറ്റ് വേവാണ്ടായി പോകും. കാരണം നമ്മൾ മേലെ കോട്ട് ചെയ്തിട്ട് ചെയ്യുന്നതല്ലേ, പ്ലെയിനായിട്ട് ചെയ്യുന്ന പോലെയല്ലല്ലോ. അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീസ് ആയിട്ടുള്ള അടിപൊളി സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. മസ്റ്റ് ട്രൈ ആണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമാവും കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.